ഓക്കെ, ഈ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ടൈപ്സ് ഓഫ് നമ്പേഴ്സ് തന്നിട്ടുണ്ടാവും. അത് അരിത്മെറ്റിക് സീക്വൻസ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുക. ആണെങ്കിൽ അതിൻ്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക എന്നുള്ള ആക്ടിവിറ്റിയാണ് ആദ്യത്തേതിൽ. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം എന്താണ് അരിത്മെറ്റിക് സീക്വൻസ് എന്നുള്ളത്. അതായത് ഒരു നമ്പർ, ഒരുപാട് നമ്പേഴ്സ് തന്നിട്ട് അത് അരിത്മെറ്റിക് സീക്വൻസ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്കിടയിൽ നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് എല്ലാത്തിനും സെയിം ആണോ എന്നാണ് നോക്കേണ്ടത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ 1, 3, 5, 7, 9 നമുക്കെല്ലാവർക്കും അറിയാം ഇതെല്ലാം ഓഡ് നമ്പേഴ്സ്, ഒറ്റ സംഖ്യകളുടെ ഒരു പാറ്റേൺ ആണ്. ഇവർ ഫസ്റ്റ് ടേം 1 സെക്കൻഡ് ടേം 3. സോ ഇവർ തമ്മിലുള്ള ഡിഫറൻസ്, അതായത് സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം 3 - 1 എന്ന് പറയുന്നത് 2. ഇതേപോലെ തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം നോക്കുക. അപ്പം തേർഡ് ടേം 5 സെക്കൻഡ് ടേം 3. സോ 5 - 3 2. സോ ഇതേപോലെ ബാക്കി എല്ലാ ടേംസും ചെക്ക് ചെയ്താൽ നമുക്ക് മനസ്സിലാവും അവർ തമ്മിലുള്ള ഡിഫറൻസൊക്കെ 2. അതായത് എല്ലാം ഈക്വലാണ്. ഇങ്ങനെ ഡിഫറൻസ് കോമൺ ആയിട്ട്, ഡിഫറൻസ് സെയിം ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ഈ സീക്വൻസ് ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത്. ഇതേപോലെ ക്വസ്റ്റ്യൻസിൽ ബാക്കി തന്നിട്ടുള്ള പാറ്റേൺസ്, സീരീസ് സീക്വൻസ് ഒക്കെ അരിത്മെറ്റിക് ആണോ അല്ലയോ എന്ന് നോക്കുകയാണ് ഈ സെഷനിൽ വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പർ ലീവിങ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 4. ഇങ്ങനെ വരുന്ന സംഖ്യകളുടെ സീരീസ് അരിത്മെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ അരിത്മെറ്റിക് സീരീസ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാണ് വേണ്ടത്. സോ ആദ്യം തന്നെ നമുക്കറിയാം എന്താണ് നാച്ചുറൽ നമ്പേഴ്സ് അഥവാ എണ്ണൽ സംഖ്യകൾ. നമ്മൾ സാധാരണഗതിയിൽ നമ്പേഴ്സ് എണ്ണി തുടങ്ങൽ എങ്ങനെയാണ്? 1, 2, 3, 4 അല്ലെങ്കിൽ 1, 2, 3, 4 അങ്ങനെയാണല്ലോ. അതുതന്നെയാണ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. സോ നമുക്ക് നാച്ചുറൽ നമ്പറല്ല വേണ്ടത്, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ അഥവാ ശിഷ്ടം 1 വരുന്ന നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സീരീസാണ്. സോ അതെന്താണെന്ന് നമുക്കറിയാം. അത് അറിയാനുള്ള അല്ലെങ്കിൽ ആ സീക്വൻസ് പെട്ടെന്ന് എളുപ്പത്തിൽ കണ്ടുപിടിക്കാനുള്ള വഴി എന്താണെന്ന് വെച്ചാൽ 1 × 4 + 1. അത് ഞാനിവിടെ എഴുതി കാണിക്കാം. 1 × 4 + 1 = 5. അതാണ് ഫസ്റ്റ് ടേം. 2 × 4 + 1 9. അതാണ് സെക്കൻഡ് ടേം. 3 × 4 + 1 13. അതാണ് തേർഡ് ടേം. 4 × 4 + 1 17. അതാണ് ഫോർത്ത് ടേം. അങ്ങനെ പോകുന്നതാണ് ഈ സീരീസ് എന്ന് പറയുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട് 5, 9, 13, 17 എന്നിങ്ങനെ. അതിൻ്റെ താഴെ ഡിവൈഡ് ചെയ്തിട്ട് റിമൈൻഡർ 1 ആയിട്ട് വരുന്നതും കാണിച്ചിട്ടുണ്ട്. സോ ഇവിടെ തമ്മിലുള്ള കോമൺ ഡിഫറൻസ് നമുക്കൊന്ന് നോക്കാം. സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം, അതായത് 9 - 5 = 4. തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം, അതായത് 13 - 9 4. ദെൻ ഫോർത്ത് ടേം മൈനസ് തേർഡ് ടേം 17 - 13 4. അപ്പോൾ ഇവർ തമ്മിൽ ഡിഫറൻസ് ഒക്കെ 4 സെയിം ആയിട്ടാണ് വരുന്നത്. സോ കോമൺ ഡിഫറൻസ് 4. സോ ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണെന്ന് നമുക്ക് പറയാം. സോ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് നാച്ചുറൽ നമ്പേഴ്സ് ലീവിങ് റിമൈൻഡർ 1 or 2 ഓൺ ഡിവിഷൻ ബൈ 4. അതായത് നാച്ചുറൽ നമ്പേഴ്സിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 അല്ലെങ്കിൽ 2, അതായത് 1 റിമൈൻഡർ വരുന്നതും 2 റിമൈൻഡർ വരുന്നതും ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ടുള്ളൊരു സീക്വൻസ്, അത് അരിത്മെറ്റിക് സീക്വൻസ് ആണോ അല്ലയോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. സോ അത് കാണാനുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1 × 4 + 1 5. 1 × 4 + 2 6. ദെൻ 2 × 4 + 1 9. 2 × 4 + 2 10. അങ്ങനെയാണ് എഴുതേണ്ടത്. അപ്പം നമുക്ക് സംശയം ഉണ്ടെങ്കിൽ അതിനെ ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ റിമൈൻഡർ 1ഉം 2ഉം ആയിട്ട് വരുന്നത് കാണാം. സോ നമുക്കിവിടെ കിട്ടിയ സീക്വൻസ് എന്ന് പറയുന്നത് 5 6 9 10 13 14 17 18. ഇത് നമ്മൾ ഡിഫറൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. എപ്പോഴും ഡിഫറൻസ് എടുക്കുമ്പോൾ അടുത്തടുത്ത സംഖ്യകൾ തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക, എന്നാലേ കോമൺ ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. സോ സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം 6 - 5 1. തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം 9 - 6 3 വരുന്നത്.
ദെൻ അടുത്തതിലും 1, ദെൻ 3. അപ്പം എല്ലാം സെയിം ആയിട്ടുള്ള ഡിഫറൻസ് അല്ല വരുന്നത്. 1 വരുന്നുണ്ട്, 3 വരുന്നുണ്ട്. സോ നമുക്ക് പറയാം ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് അല്ല എന്ന് പറയാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്ക്വയേഴ്സ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സ്, വർഗത്തിൻ്റെ സീക്വൻസ് അല്ലെങ്കിൽ സീരീസ് അരിത്മെറ്റിക് ആണോ അല്ലയോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്കറിയാം നാച്ചുറൽ നമ്പേഴ്സ് 1, 2, 3, 4 ആണ്. അതിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 1ൻ്റെ സ്ക്വയർ 1, 2ൻ്റെ സ്ക്വയർ 4, 3ൻ്റെ സ്ക്വയർ 9, 4ൻ്റെ സ്ക്വയർ 16. സോ 1, 4, 9, 16 എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നതാണ് നമ്മുടെ സീരീസ്. ഇതിൽ ഇവർ നമ്മുടെ ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം 4 - 1 = 3 ആണ്. തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം 9 - 4 5 ആണ്. ഫോർത്ത് ടേം മൈനസ് തേർഡ് ടേം 16 - 9 7 ആണ്. 3, 5, 7 ഇങ്ങനെയാണ് വരുന്നത്. ഇവ സെയിം അല്ല. സോ നമുക്ക് പറയാം ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് അല്ല. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് റെസിപ്രോക്കൽസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സിൻ്റെ റെസിപ്രോക്കൽസിൻ്റെ സീരീസാണ്. റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ വ്യുൽക്രമം. ഇതിപ്പോൾ നമുക്കൊരു നമ്പർ 2 2 നമ്മുടെ നമ്പർ, അതിൻ്റെ റെസിപ്രോക്കൽ അഥവാ വ്യുൽക്രമം എന്ന് പറയുന്നത് 1/2 ആണ്. അപ്പം 10 ആണ് നമ്മുടെ നമ്പറെങ്കിൽ 1/10 ആണ്. 100 ആണ് നമ്മുടെ നമ്പറെങ്കിൽ 1/100 ആണ്. അങ്ങനെ 1/8 ചെയ്യുന്നതാണ് അതിൻ്റെ വ്യുൽക്രമം, റെസിപ്രോക്കൽ എന്ന് പറയുന്നത്. സോ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ റെസിപ്രോക്കൽസ് എന്ന് പറയുന്നത് 1ൻ്റെ റെസിപ്രോക്കൽ 1/1 ആവും, 2ൻ്റേത് 1/2 ആവും, 3യുടേത് 1/3 ആവും, 4ൻ്റേത് 1/4 ആവും. സോ നമുക്ക് ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ 1/2 - 1/1 = -1/2 ആണ്. 1/3 അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്കത് കിട്ടും. 1/3 - 1/2 ക്രോസ് മൾട്ടിപ്ലൈ 1 × 2 - 1 × 3 ÷ 3 × 2. സോ -1/6 വരും. ദെൻ അടുത്തത് ചെയ്യുമ്പോൾ 1/4 - 1/3 1 × 3 - 1 × 4 ÷ 4 × 3 -1/12 വരും. സോ നമുക്ക് മനസ്സിലാവും -1/2 - 1/6 - 1/12 ഇവയൊന്നും സെയിം അല്ല. സോ ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് അല്ല. ദെൻ നെക്സ്റ്റ് പവേഴ്സ് ഓഫ് 2. 2ൻ്റെ പവറുകൾ, കൃത്യംഗം അങ്ങനെ എന്തോ ആണ് മലയാളത്തിൽ പറയാൻ തോന്നുന്നു. അവ അരിത്മെറ്റിക് സീക്വൻസ് ആണോ അല്ലയോ എന്നാണ് നോക്കുന്നത്. പവേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കേതാ 2^1, 2^2, 2^3, 2^4 എന്ന് പറഞ്ഞു എഴുതും. 2^1ൻ്റെ വാല്യൂ 2 ആണ്. 2^2യുടെ വാല്യൂ 2^2 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 × 2 ആണ്. സോ അത് 4 ആണ്. 2^3യുടെ വാല്യൂ എന്താണ്? 2 × 2 × 2 2 × 2 4 4 × 2 8 ആണ്. ദെൻ 2^4 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 × 2 × 2 × 2. അപ്പം 2 × 2 4 4 × 2 8 8 × 2 16 ആണ്. സോ നമ്മുടെ പാറ്റേൺ വരുന്നത് 2, 4, 8, 16 എന്നിവയാണ്. സോ ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാം. സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം 4 - 2 = 2 ആണ്. ദെൻ തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം 8 - 4 4 ആണ്. ദെൻ ഫോർത്ത് ടേം മൈനസ് തേർഡ് ടേം 16 - 8 8 ആണ്. 2, 4, 8 എന്നിവയാണ് വരുന്നത്. അത് സെയിം അല്ല. സോ നമുക്ക് പറയാം ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് അല്ല എന്ന് നമുക്ക് പറയാം. ദെൻ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യനിലെ അവസാനത്തെ സബ് ക്വസ്റ്റ്യനായി വരുന്നത് ഹാഫ് ഓഫ് ദ ഓഡ് നമ്പേഴ്സ്. ഓഡ് നമ്പേഴ്സിൻ്റെ ഹാഫ്, പകുതി എടുത്താൽ കിട്ടുന്ന നമ്പേഴ്സിൻ്റെ സീരീസ് അരിത്മെറ്റിക് ആണോ അല്ലയോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഓഡ് നമ്പേഴ്സ് അഥവാ ഒറ്റസംഖ്യകൾ 1, 3, 5, 7 എന്ന് പറഞ്ഞിട്ട് പോകും. അതിൻ്റെ ഹാഫ് എടുക്കുകയാണെങ്കിൽ 1ൻ്റെ ഹാഫ് 1/2, 3യുടെ ഹാഫ് 3/2, 5ൻ്റെ ഹാഫ് 5/2, 7ൻ്റെ ഹാഫ് 7/2 അങ്ങനെ പോകും. സോ ഡിഫറൻസ് എടുക്കുകയാണെങ്കിൽ സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം 3/2 - 1/2. സോ ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ന്യൂമറേറ്റേഴ്സ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യാം. സോ 3 - 1 2 ആണ്. 2/2 1 ആണ്. ദെൻ തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം 5/2 - 3/2 5 - 3 2 ആണ്. 2/2 1 ആണ്. ദെൻ ഫോർത്ത് ടേം മൈനസ് തേർഡ് ടേം 7 - 5 2 ആണ്. 2/2 1 ആണ്. സോ ഡിഫറൻസ് എല്ലാം വരുന്നത് 1 ആണ്. സോ
ഡിഫറൻസ് കോമൺ ആയിട്ടാണ് വരുന്നത്. സോ ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും.